വടിയും ശാസനയും ജ്ഞാനത്തെ നൽകുന്നു. എക്സലന്റും ബ്രില്യന്റും അല്ല ജ്ഞാനത്തെ നൽകുന്നത്, വടിയും ശാസനയും ജ്ഞാനത്തെ ഇപ്പൊ പറയുന്നത് അടിക്കരുത്. ഈ ദൈവവചനത്തിന് വിരുദ്ധമായിരിക്കും എപ്പോഴും ലോകം പറയുന്നത്. ശ്രദ്ധിച്ചോ, ദൈവവചനത്തിന് വിരുദ്ധമേ ലോകം പറയുകയുള്ളൂ. ദൈവവചനം പറയുന്നു വടിയും ശാസനയും ജ്ഞാനത്തെ നൽകും. അപ്പൊ ലോകം പറയും അടിക്കരുത്, അടിച്ചാൽ നിങ്ങൾ എന്നെ വിളിച്ചാൽ മതി, ഞങ്ങൾ ഓടി വരാം, മാതാപിതാക്കളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാം. അത് ആരുടെ സിസ്റ്റമാണ്? ലോകത്തിന്റെ സിസ്റ്റമാണ്. ആവശ്യത്തിന് കൊച്ചിലെ ശാസനയൊക്കെ കൊടുത്ത് വളർത്തിയ പ്രായമാകുമ്പോൾ ശാസിച്ചാലും വീട് വിട്ടു പോകത്തില്ല. കാരണം അതുങ്ങൾക്ക് ശീലമായി, തഴമ്പിച്ചു. ഒരിക്കലും ശാസിക്കാത്തവനെ വല്ലപ്പോഴും ഒന്ന് ശാസിക്കുമ്പോഴേ ഇവൻ പെരയുടെ മേലെ കയറി ചാടുമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആഹാരം കഴിക്കാതിരിക്കുന്നത്. രാവിലെ ചർച്ച വരാൻ എന്നാ പറ്റാത്ത പിള്ളേർ ഉറക്കുക, എടാ 3 മണിയുടെ എയർ ഇന്ത്യക്ക് കയറി പോകുന്നതിന് പിള്ളേരെ എഴുന്നേപ്പിച്ചുകൊണ്ട് പോകും. അപ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ചോറും കെൻഡയ്ക്കും കൊടുക്കുന്ന കൂട്ടത്തിൽ എന്നാക്കോ കൊടുക്കണം, വടിയും കൊടുക്കണം. പള്ളിയിൽ വന്ന് തെറ്റ് കാണിച്ചുകൊണ്ടിരുന്ന വീട്ടിൽ ചെല്ലുമ്പോൾ വിളിച്ചു നിർത്തി ആഹാരം കൊടുക്കുന്നതിന് മുമ്പ് കാര്യം പറയണം. വടി ശാസനയും ജ്ഞാനത്തെ നൽകുന്നു. തന്നിഷ്ടത്തിന് വിട്ടിരിക്കുന്ന ബാലനോ അമ്മയ്ക്ക് ലജ്ജ വരുത്തുന്നു.